പ്രാപ്പൂയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. പ്രാപ്പൂയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ SSLC +2 കോഴ്സുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെയും LSS USS ജേതാക്കളെയും കായികമേളയിൽ സ്കൂളിൽ നിന്നും പങ്കെടുത്ത് സംസ്ഥാന ദേശീയ തലത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് നേടിയ കുട്ടികളെയുമാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ആയാലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ആയാലും എണ്ണം ഓരോ വർഷം കഴിയുന്തോറും കൂടി വരുന്നു എന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തം തന്നെയാണ്. പഴയകാലത്ത് ഇത്തരത്തിൽ ആദരിക്കുന്ന അനുമോദിക്കുന്ന ചടങ്ങുകൾ വ്യാപകമായി ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം അന്ന് കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു, വളരെ അപൂർവമായിട്ടായിരുന്നു ഇതുപോലുള്ള വിജയങ്ങൾ. കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് സമയമുണ്ടായിരുന്നില്ല, അതിനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് തന്നെ വിദ്യാഭ്യാസം വളരെ പരിമിതമായ തോതിൽ മാത്രമേ പഴയ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പഠന നിലവാരം ഉയർത്തുന്നതിൽ ഗവൺമെന്റ് ഇപ്പൊ നിലവിലുണ്ട്. സമൂഹവും PTA, മദർ PTA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിജയം നേടിയ വിദ്യാർത്ഥികൾ മാത്രമല്ല, പഠനത്തിൽ പിന്നോക്കം പോയ വിദ്യാർത്ഥികളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ട് പഠനത്തിൽ പരാജയപ്പെട്ടവരോ പിന്നോക്കം പോയവരോ ആയ വിദ്യാർത്ഥികളെ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. മറിച്ച് അവരെയും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മനസ്സാണ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടത്. വിജയം കൈവരിക്കുന്ന സ്കൂളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കാനും ഓരോ സ്കൂളുകളിലും നിലവിലുള്ളതിൽ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മുമ്പ് കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ എണ്ണം കുട്ടികളാണ്. ഏതാണ്ട് 1000-നടുത്ത് കുട്ടികളാണ് ഈ നിലയിൽ SSLC-യും +2-വിനും മാത്രമായി A+ നേടിയ കുട്ടികൾ. പ്രയാസമുള്ളത് കൊണ്ട്, കാരണം രണ്ടും ചേരുമ്പോ, അതുകൊണ്ട് മുഴുവൻ വിഷയങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ പ്രയോജനപ്പെടുന്നതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാണാൻ സാധിക്കും മറ്റുള്ളവരുമായി സമ്പർക്കം കോടതിയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. സ്കൂൾ പ്രിൻസിപ്പൽ KV സജി സ്വാഗതം പറഞ്ഞു. പരിമിതികളിൽ നിന്നും വളർന്ന സ്കൂൾ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അക്കാദമിക തലത്തിലും കായിക കലാരംഗങ്ങളിലും മികവ് പുലർത്തുന്നതെന്നും കായിക പരിശീലനത്തിനായി ഗ്രൗണ്ട് സൗകര്യം ഉറപ്പാക്കാൻ കഴിഞ്ഞ സർക്കാർ സ്കൂളിന് അനുവദിച്ച 2 കോടി രൂപ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി സ്കൂളിന് ലഭ്യമാക്കാൻ തുടർ നടപടികൾക്ക് MLA മുൻകൈയെടുക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. നല്ലൊരു ഗ്രൗണ്ട് ആവശ്യമായതുകൊണ്ട് ആ സ്റ്റേഡിയം പ്രാപ്പൂയിൽ നാട്ടിൽ തന്നെ അനുവദിക്കാൻ വേണ്ടി ആ സമയത്തുള്ള ജനപ്രതിനിധികളൊക്കെ മുൻകൈ എടുത്തിരുന്നു.
അതിനുവേണ്ടി ചില സ്ഥലങ്ങളൊക്കെ നോക്കുകയും അത് തുടർ പരിഗണനയ്ക്കായി ഭരണാനുമതിക്കായി എഞ്ചിനീയർമാരുടെ അടുത്തേക്ക് പോയിട്ടാണ് ഉള്ളത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുവരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെയും ബഹുമാനപ്പെട്ട MLA-യുടെയും ഒക്കെ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും അപ്പൊ അങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൂടുതൽ കായിക നേട്ടങ്ങൾ കൈവരിക്കാൻ ഇതിലൂടെ കഴിയും എന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും ഒരു പിന്തുണ ഈ സ്റ്റേഡിയം നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയത്തിൽ നാട് ഒരുപാട് സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറയാനാണ് ഈ വിജുവൽസ് എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാട് നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല നിങ്ങളുടെ ഈ വിജയം. ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ ഒക്കെയാണ് നിങ്ങൾ ഈ വിജയം നേടിയെടുത്തത്. അതില് ഈ നാടും ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ഒരുപാട് സന്തോഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ മൊമെന്റുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ സ്കൂൾ എത്രമാത്രം മികച്ചതാണെന്നുള്ളത്. ഒരു നല്ല ഒരു സ്കൂൾ അന്തരീക്ഷമാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, സ്കൂൾ PTA പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ KC ലക്ഷ്മണൻ, പഞ്ചായത്ത് അംഗം സീമ മുകുന്ദൻ, PV വിജയൻ, മഞ്ജു വിനോദ്, അനീഷ് ആന്റണി എന്നിവരും SMC ചെയർമാൻ KS ദിലീഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് M അലിയാർകുട്ടി, അധ്യാപിക ലീന ജോസ്, മറ്റധ്യാപകരായ OP സോജൻ, ജോമേഷ് ജോൺ, PK രാമചന്ദ്രൻ തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ KV രാജൻ നന്ദി പറഞ്ഞു. ഈ പഞ്ചായത്തിന് എന്നും മാതൃകയാക്കുന്ന തരത്തില് പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. തരത്തിലുള്ള ഈ വിദ്യാലയത്തില് വിജയോത്സവം പോലുള്ള പരിപാടിക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.